നമ്മുടെ കർത്താവിൻ്റെ മാമോദീസ ആയ ധനഹാ പെരുന്നാളിനു ശേഷം ഒന്നാം ഞായറാഴ്ച മാർ സ്തേഫാനോസ് സഹദായുടെ തിരുനാൾ ദിനം നമ്മുടെ കർത്താവിൻ്റെ മൗതിക ശരീരമായ തിരുസഭ നമുക്ക് നൽകുന്ന തിരുവചന ചിന്ത വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളാണ്. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലിയിലേക്ക് പിൻവാങ്ങി. അവൻ നസറേത്ത് വിട്ട് സെബുലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു. ഇത് യെശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാൻ്റെ മറുകരയിൽ സെബുലൂൺ നഫ്താലി പ്രദേശങ്ങൾ വിജാതിയരുടെ ഗലീലി അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കുവാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അവൻ ഗലീലി കടൽ തീരത്തെ നടക്കുമ്പോൾ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെയും സഹോദരൻ അന്ത്രയോസിനെയും. അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ 2 സഹോദരന്മാരെ കണ്ടു. സെബദീപുത്രനായ യാക്കോബും സഹോദരൻ യോഹന്നാനും. അവർ പിതാവുമൊത്ത് വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു. അവരെയും അവൻ വിളിച്ചു. തൽക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ. യേശുവിന് മുന്നോടിയായി വന്ന സ്നാപയോഹന്നാൻ 2 ആശയങ്ങളാണ് മുഖ്യമായും പ്രസംഗിച്ചത്. ഒന്ന്, വരുവാനിരിക്കുന്ന മെശിഹായും ദൈവരാജ്യവും. 2, അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം അഥവാ ജലസ്നാനം. ഫരീസയരെയും സദൂക്കായരെയും അണലി സന്തതികളെ എന്ന് വിളിച്ച സ്നാപയോഹന്നാൻ ബന്ധനസ്ഥനായി. യേശു മെശിഹായെ ലോകത്തിന് പരിചയപ്പെടുത്തിയ സ്നാപയോഹന്നാൻ ധീരനായ ഒരു ക്രിസ്തു സാക്ഷിയായിരുന്നു. വ്രതനിഷ്ഠ കൊണ്ട് സ്ഫുടം ചെയ്യപ്പെട്ട സ്നാപകൻ്റെ ജീവിതം പ്രവാചക ധീരത കൊണ്ട് ശിഷ്യത്വത്തിൻ്റെ മകുടമായ രക്തസാക്ഷിത്വം കൊണ്ടും അലങ്കരിക്കപ്പെട്ടു. യോഹന്നാൻ ബന്ധനസ്ഥനായിടത്തു നിന്ന് യേശു തൻ്റെ പ്രേക്ഷിത ദൗത്യം ആരംഭിക്കുന്നു. യഹൂദ ജനതയുടെ പ്രതീക്ഷയായ യേശു ജെറുസലേം അഥവാ യൂദയ വിട്ട് ഗലീലിയിലേക്ക് പിൻവാങ്ങി. പ്രായപൂർത്തിയാകുന്നതുവരെ യേശു വളർന്ന നഗരമായ നസ്രേത്ത് ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും സ്വദേശമാണ്. മംഗളവാർത്ത മറിയം സ്വീകരിച്ചതും യേശുവിൻ്റെ ദേവാലയ സമർപ്പണ ശേഷം തിരികെ വന്ന് താമസമാക്കിയതും നസ്രേത്തിലാണ്. ഈജിപ്തിൽ നിന്ന് മടങ്ങിയ ശേഷം മറിയവും ജോസഫും നസ്രേത്തിൽ താമസമാക്കിയെന്ന് മത്തായി സുവിശേഷകൻ പറയുന്നു. ദാവീദിൻ്റെ മുള നെസർ എന്ന യെശയ്യാ പ്രവാചകൻ വിശേഷിപ്പിച്ച രക്ഷകൻ നസ്രായൻ എന്ന ചരിത്രപുരുഷൻ തൻ്റെ ദൗത്യ നിർവഹണത്തിനായി സ്വദേശം വിട്ട് ഗലീലിയിലേക്ക് പിൻവാങ്ങി. സ്വന്തമായതിനെ ഉപേക്ഷിക്കാതെ പ്രേക്ഷിത ദൗത്യ പൂർത്തീകരണം സാധ്യമാവുകയില്ല. സ്വന്തക്കാർ തിരസ്കരിക്കുന്നതും സ്വന്തമായതിനെ ഉപേക്ഷിക്കുന്നതും വേദനാജനകമാണ്.
നസ്രേത്ത് നിവാസികൾ തിരസ്കരിക്കുന്ന നസ്രായൻ നസ്രേത്ത് വിട്ട് ഗലീലിയിലേക്ക് പിൻവാങ്ങുന്നത് തൻ്റെ ദൗത്യം ആരംഭിക്കുന്നതിനും ശിഷ്യന്മാർക്ക് ഫലമേൽപ്പിച്ചു കൊടുക്കുന്നതിനുമാണ്. ദൗത്യ നിർവഹണത്തിന് സ്വദേശമോ സ്വന്തക്കാരോ മാർഗതടസ്സമാകരുത്. പലസ്തീനായിലെ 3 പ്രവിശ്യകളിൽ ഉത്തരഭാഗത്തുള്ള പ്രവിശ്യയായ ഗലീലി ഒരു മലമ്പ്രദേശമാണ്. ഗുണനിലവാരമുള്ള ഒലിവെണ്ണയ്ക്ക് പേരുകേട്ട സ്ഥലം. കാനാൻ ദേശം വിവിധ ഗോത്രങ്ങൾക്കായി വിഭജിച്ചപ്പോൾ സെബുലൂൻ, നഫ്താലി, ഇസാക്കർ എന്നീ ഗോത്രങ്ങൾക്കാണ് ഗലീലി അവകാശമായി ലഭിച്ചത്. ഗലീലി പ്രദേശത്തിൻ്റെ കിഴക്കേ അതിർത്തി ജോർദാൻ നദിയും കൂലെ തടാകവും, പടിഞ്ഞാറേ അതിർത്തി കർമ്മലമല. സെബുലൂൻ, നഫ്താലി, ഇസാക്കർ ഗോത്രങ്ങൾ പ്രസ്തുത ദേശവാസികളായിരുന്ന അമോര്യരോടും ഹിവിയരോടും ഇടകലർന്നാണ് വസിച്ചിരുന്നത്. ദൈവാലയ നിർമ്മിതിക്ക് സംഭാവന നൽകിയ ഫിനീഷ്യൻ രാജാവായ ഹീരാമിന് പ്രതിഫലമായി നൽകപ്പെട്ട സ്ഥലമാണിത്. ബെൻഹദാദും അസീറിയൻ രാജാവായ തിഗ്ലത്ത് പിലേസറും ഈ പ്രദേശം കീഴടക്കിയിട്ടുണ്ട്. BC 164 യൂദാസ് മക്കബെയൂസ് ഗലീലിയിൽ ആധിപത്യം സ്ഥാപിച്ചതായി ചരിത്രം പറയുന്നു. ദിമേത്രിയൂസ് ഒന്നാമൻ, ജോനാഥൻ, മക്കബേയൂസ്, ട്രൈഫോൺ തുടങ്ങിയവർ ഗലീലിയിൽ പടയോട്ടം നടത്തിയിട്ടുണ്ട്. BC 63 പോംബെ ഈ പ്രദേശം കീഴടക്കി യൂദയ പ്രവിശ്യയുടെ കീഴിലാക്കി. BC 4 ഹെറോദേസ് രാജാവിൻ്റെ മരണശേഷം ഹെറോദേസ് അന്തിപ്പാസ് ആണ് ഗലീലി ഭരിച്ചത്. AD 70 ജെറുസലേം തകർക്കപ്പെട്ട ശേഷം യഹൂദ ശക്തി കേന്ദ്രം ഗലീലിയായിരുന്നു. ഗലീലിയെ ഭൂമിശാസ്ത്രപരമായി ഉത്തര ഗലീലി എന്നും ദക്ഷിണ ഗലീലി എന്നും തിരിക്കാം. ശൈശവവും ബാല്യവും കൗമാരവും പിന്നിട്ട് യേശു വളർന്ന നസ്രേത്തും ആദ്യ പ്രഭാഷണം നിർവഹിച്ച നസ്രേത്തിലെ സിനഗോഗും ദക്ഷിണ ഗലീലിയിലാണ്. യേശുവിൻ്റെ ആദ്യ ശിഷ്യർ ഗലീലയരായിരുന്നു. യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് ഗലീലിയിലാണ്. യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുത പ്രവർത്തനം നടന്നത് ഗലീലിയിലെ കാനായിലാണ്. ഉത്ഥാനശേഷം യേശു ശിഷ്യന്മാർക്ക് ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഗലീലിയിൽ വെച്ചാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 16-ാം തിരുവചനം, യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യരും ഗലീലിയിലെ മലയിലേക്ക് പോയി എന്ന് കാണാൻ കഴിയും. സെബുലൂൻ, നഫ്താലി പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് വിജാതിയരുടെ ഗലീലി എന്ന പേരിലാണ്. യൂദയായിലെ യഹൂദരിൽ നിന്ന് വ്യത്യസ്തരായിരുന്ന ഒരു പറ്റം യഹൂദരും ഇവിടെ വസിച്ചിരുന്നു. BC 721 അസീറിയക്കാർ വടക്കൻ ഇസ്രായേലിനെ ആക്രമിച്ച കാലത്തും മക്കബായ വിപ്ലവകാലത്തും ഇവിടെ വിദേശികളുടെ കുടിയേറ്റമുണ്ടായി. യഹൂദരും വിജാതീയരും ഒരുമിച്ച് പാർക്കുന്ന ഈ പ്രദേശത്താണ് യേശു തൻ്റെ സാർവത്രിക രക്ഷാകര ദൗത്യം ആരംഭിക്കുന്നത്. യഹൂദരുടെ ഇടയിൽ പ്രവർത്തിച്ച് വിജാതീയരെയും രക്ഷയിലേക്ക് ക്ഷണിക്കുന്നതായിരുന്നു യേശു ദൗത്യത്തിൻ്റെ പ്രത്യേകത. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 4-ാം തിരുവചനം, ഇസ്രായേൽ വംശത്തിൽപ്പെട്ട നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് പോകുവീൻ എന്നാണ് ശിഷ്യന്മാരോട് യേശു പറയുന്നത്. കഫർനാം ഗലീലിയിലെ ഒരു നഗരമാണ്. നസ്രേത്തിന് 37 കിലോമീറ്ററുകൾ അകലെ ജോർദാന് പടിഞ്ഞാറ് ഗലീലി കടലിൻ്റെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് കഫർനാം. യേശുവിൻ്റെ ഗലീലി പ്രവർത്തനങ്ങളുടെ കേന്ദ്രം
കഫർനാമാണ്. യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുന്നതിന് മുന്നോടിയായി കഫർനാമിൽ ചെന്ന് പാർത്തു. യേശു ചെന്നു പാർത്ത സ്ഥലം യേശുവിൻ്റെ സ്വന്തം പട്ടണമെന്ന് പിന്നീട് അറിയപ്പെട്ടു. യേശു ശിഷ്യൻ പ്രേക്ഷിത ദൗത്യത്തിനായി ചെന്നു പാർക്കുന്ന ഇടം യേശുവിനായി സ്വന്തമാക്കണം. വൈജാത്യങ്ങളോടും വൈപരീത്യങ്ങളോടും സഹിഷ്ണുത പുലർത്താതെ സുവിശേഷ പ്രഘോഷണം സാധ്യമാവുകയില്ല. യേശുവിൻ്റെ കഫർനാമിലെ വാസം വഴി സെബുലൂണിലും നഫ്തായിലും ഉദിക്കുന്ന പ്രകാശത്തെ സംബന്ധിച്ച യെശയ്യാ പ്രവാചകന്റെ പ്രവചനം നിവർത്തിയായി. യെശയ്യാ പ്രവാചകന്റെ പ്രവചനം 9-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെബുലൂൺ, നഫ്താലി പ്രദേശങ്ങളിൽ ആത്മീയ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന യഹൂദ ജനത്തെയാണ്. അവർ വിജാതിയുടെ ഇടയിലായിരുന്നു. യേശുവിൻ്റെ ജനനത്തിൽ എന്നവണ്ണം അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നവർ കണ്ട വലിയ പ്രകാശം യേശുക്രിസ്തുവാണ്. ദൈവമഹത്വത്തിൻ്റെ പ്രഭയാണ്. ലോകത്തിൻ്റെ പ്രകാശമാകാൻ ഉദയം ചെയ്ത ദീപ്തി മനുഷ്യാവതാരം ചെയ്ത യേശുക്രിസ്തുവാണ്. മരണത്തിൻ്റെ മേഖല എന്നത് ആത്മീയ മരണത്തിൻ്റെ അഥവാ ദൈവിക ജീവന് മരിക്കുന്ന പാപ സാഹചര്യത്തെ എടുത്തു കാണിക്കുന്നു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർ എന്നത് വെളിവാക്കുന്നത് സെബുലൂൺ, നഫ്താലി പ്രദേശങ്ങളിലെ വിജാതീയരോട് ഒത്തുവസിക്കുന്ന യഹൂദരുടെ അപകടകരമായ ആത്മീയ ജീവിതാവസ്ഥയാണ്. ആധ്യാത്മിക ജീവിതത്തിൻ്റെ പരിപോഷണം സാധ്യമാകാത്ത മേഖലകളിൽ വസിക്കുന്നവർ മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിക്കുന്നവരാണ്. സഭാത്മകവും കൗദാശികവും ആധ്യാത്മികവുമായ ജീവിതം അപകടകരമാകുന്ന ജീവിതാവസ്ഥ അന്ധകാരത്തിൻ്റെതും മരണനിഴൽ വീണതുമായ അവസ്ഥയാണ്, മേഖലയാണ്. നമുക്കായി ഉദയം ചെയ്ത ദീപ്തിയായ യേശുക്രിസ്തുവിൽ നിന്നുള്ള അകൽച്ച അന്ധകാരത്തിൻ്റെ മരണമേഖലയിലും നിഴലിലുമുള്ള അവസ്ഥയാണ്. മാനസാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന യേശുവിൻ്റെ പ്രസംഗം സ്നാപക യോഹന്നാൻ്റെ ദൗത്യത്തിൻ്റെ തുടർച്ചയെ സൂചിപ്പിക്കുന്നു. മാനസാന്തരപ്പെടാത്തവർക്ക് ക്രിസ്തു സാമീപ്യത്തിൻ്റെ സ്വർഗരാജ്യം അപ്രാപ്യമാണ്. സ്വർഗരാജ്യത്തിലേക്കുള്ള ഗേറ്റ് വേ മാനസാന്തരമാണ്. മാനസാന്തരപ്പെടുന്നവർക്ക് മാത്രമേ അന്ധകാരത്തിൽ ഉദയം ചെയ്ത ദീപ്തി മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞ് സ്വർഗരാജ്യത്തിലേക്ക് അനുധാവനം ചെയ്യാനാവുകയുള്ളൂ. യഹൂദ റബ്ബിമാരുടെ ശിഷ്യത്വത്തിൽ നിന്നും വ്യത്യസ്തമായിരുന്നു യേശു ശിഷ്യത്വം. യഹൂദ റബ്ബിമാരുടെ ശിഷ്യത്വത്തിൽ ശിഷ്യന്മാരാണ് റബ്ബിമാരെ തിരഞ്ഞെടുത്തിരുന്നത്. എന്നിട്ട് അവർക്ക് ശിഷ്യനാവുകയും ഗുരുവിൻ്റെ അടുക്കൽ നിന്ന് പഠിച്ച് ശിഷ്യനാവുകയും പഠനശേഷം ശിഷ്യത്വം അവസാനിപ്പിച്ച് സ്വയം ഗുരുവാവുകയുമാണ് ചെയ്തിരുന്നത്. യേശു ശിഷ്യത്വം ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിരുന്നത് യേശുവാണ്. ഗുരുമുഖത്തു നിന്നും പഠിച്ച ശിഷ്യന്മാർ ജീവിതകാലം അത്രയും യേശു ശിഷ്യരായി തന്നെ തുടർന്നിരുന്നു. യേശു തൻ്റെ ശിഷ്യത്വത്തിലേക്ക് ശിഷ്യന്മാരെ വിളിച്ച് വേർതിരിച്ചിരുന്നത് അവർ ഏർപ്പെട്ടിരുന്ന അനുദിന ജോലി വേലകൾക്കിടയിൽ നിന്നാണ്. യേശുവിനോട് ചേർന്ന് നിൽക്കുവാനും യേശു ദൗത്യത്തിൽ പങ്കുചേരുന്നതിനുമാണ് യേശു ശിഷ്യത്വം. ഇത് യഹൂദർക്ക് പരിചിതമല്ലായിരുന്നു. യേശു തൻ്റെ ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്നത് ഗലീലി കടൽ തീരത്ത് വെച്ചാണ്, അഥവാ ഗലീലി തടാകം. 2 പ്രാവശ്യം 2 സഹോദരന്മാരെ വീതം 4 പേരെ
യേശു ആദ്യം ശിഷ്യത്വത്തിലേക്ക് വിളിച്ചു. ആദ്യം വിളിച്ചത് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെയും സഹോദരൻ അന്ത്രയോസിനെയുമാണ്. ശിമയോന് യേശു നൽകിയ പേരാണ് പത്രോസ്. പാറ എന്നർത്ഥമുള്ള പെത്ര എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉത്ഭവം. തതുല്യമായ അറമായ പദം കേപ്പ എന്നാണ്. യോനായുടെ പുത്രനായ ശിമയോൻ ഗലീലിക്കാരനായിരുന്നു. ബത്സയിദയിൽ നിന്നുള്ള ശിമയോനും അന്ത്രയോസും സ്നാപകയോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു. പത്രോസ് വിവാഹിതനും കഫർനാമിൽ ഒരു വീടുള്ളവനുമായിരുന്നു. യേശുവിനാൽ ആകർഷിക്കപ്പെട്ട പത്രോസ് വള്ളവും വലയും ഉപേക്ഷിച്ച് യേശു ശിഷ്യത്വം സ്വീകരിച്ചു. സെബദീപുത്രനായ യാക്കോബും സഹോദരൻ യോഹന്നാനും യേശുവിൻ്റെ വിളിയോട് പ്രത്യുത്തരിച്ചത് വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെ വിട്ട് യേശുവിനെ അനുഗമിച്ചു കൊണ്ടാണ്. വലകൾ ഉപേക്ഷിക്കുന്നതും വഞ്ചി ഉപേക്ഷിക്കുന്നതും പിതാവിനോട് വിട ചൊല്ലുന്നതും സമ്പൂർണ്ണ സമർപ്പണത്തെ സൂചിപ്പിക്കുന്നു. യേശുവിനെ പിൻചെല്ലുന്നവർ എല്ലാം ഉപേക്ഷിച്ച് ശൂന്യവൽക്കരണത്തിലൂടെ യേശുവിന് സ്വന്തമാകുന്നു. സ്വന്തമായതിനെ ഉപേക്ഷിക്കുക, സ്വന്തക്കാരോട് വിട ചൊല്ലുക എന്നത് പരിത്യക്തതയുടെ ജീവിതമാണ്. ആദ്യത്തെ ഈ 4 ഗലീലിയൻ ശിഷ്യന്മാരിൽ 3 പേരെ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ യേശു സവിശേഷ സന്ദർഭങ്ങളിൽ കൂടെ കൊണ്ടുപോയിരുന്നു. യേശുവിനെ പിൻചെല്ലുന്നവർക്ക് നൽകുന്ന വാഗ്ദാനം, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്നാണ്. മനുഷ്യരെ സ്വർഗത്തിലേക്ക് നയിക്കുക എന്നതാണ് മനുഷ്യരെ പിടിക്കുക എന്നതിനർത്ഥം. ഇത് ഒരു എസ്കത്തോളജിക്കൽ പ്രോമിസാണ്. ഇതിനൊരു യുഗാന്ത്യ മുഖമുണ്ട്. എല്ലാത്തരം മത്സ്യങ്ങളെയും പിടിക്കാൻ കടലിൽ എറിയപ്പെട്ട വല സ്വർഗരാജ്യ പ്രവേശനത്തിനുള്ള യുഗാന്ത്യ ദൗത്യം പേറുന്നതാണ്. ഇന്ന് സ്തേഫാനോസ് സഹദായുടെ തിരുനാളാണ്. സ്തേഫാനോസ് എന്ന വാക്കിനർത്ഥം കിരീടം എന്നാണ്. രക്തസാക്ഷികളുടെ മകുടം ചൂടിയ ആദിമസഭയുടെ ഡീക്കനാണ് വിശുദ്ധ സ്തേഫാനോസ്. ജെറുസലേമിൽ താമസമാക്കിയ പ്രവാസി യഹൂദൻ, പിന്നീട് ക്രിസ്തുമതം സ്വീകരിച്ചവൻ. ഗ്രീക്കുകാരുടെ പരാതിയെ തുടർന്ന് ശിഷ്യന്മാർ ശുശ്രൂഷകരെ നിയമിച്ചപ്പോൾ ആദിമസഭയിലെ 7 ഡീക്കന്മാരിൽ ഒരാളായി. ചിതറിപ്പാർത്തിരുന്ന യഹൂദരുടെ ഇടയിലേക്ക് ആണ് ഈ 7 ശുശ്രൂഷ നിർവഹണത്തിനായി അയക്കപ്പെട്ടത്. ഇക്കൂട്ടർ തന്നെയാണ്, ഈ ചിതറിപ്പാർത്തിരുന്ന യഹൂദർ തന്നെയാണ് സ്തേഫാനോസുമായി പിന്നീട് വാഗ്വാദത്തിൽ ഏർപ്പെട്ടതും നിയമത്തിനെതിരെയുള്ള പഠിപ്പിക്കലും ദൈവാലയത്തിനെതിരെയുള്ള പ്രവചനവും ആരോപിച്ച് ന്യായാധിപ സംഘത്തിന് മുൻപിൽ കൊണ്ടുവന്നതും ദൈവദൂഷണ കുറ്റമാരോപിച്ച് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നതും. ശിഷ്യത്വത്തിന് രക്തസാക്ഷിത്വം വിലയായി നൽകിയ വിശുദ്ധ സ്തേഫാനോസ് സഹദായുടെ മാധ്യസ്ഥം നമുക്കെന്നും കോട്ടയായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.